ഞാൻ 2021 ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് സിവിൽ സർവീസസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. ഇത് 4ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. സോ 3 തവണ മെയിൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ എത്തുന്നതും റാങ്ക് ലിസ്റ്റിൽ വരുന്നതും ആദ്യമായിട്ടാണ്. ഞാൻ അമൃത IAS ആയിട്ട് ആദ്യം അസോസിയേറ്റ് ചെയ്യുന്നത് ഇത്തവണത്തെ മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ സമയത്താണ്. അപ്പോൾ അവിടുത്തെ ഫീഡ്ബാക്സ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ആൻഡ് ഷെഡ്യൂളും വളരെയധികം ഫ്ലെക്സിബിൾ ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മുന്നത്തെ അറ്റംപ്റ്റുകളെക്കാളും നന്നായിട്ട് ഈ വർഷം മെയിൻസിന് പെർഫോം ചെയ്യാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നീട് ഇൻ്റർവ്യൂ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്യൂറോക്രാറ്റ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് സെഷൻസ് ഉണ്ടായിരുന്നു, 1-on-1s ഉണ്ടായിരുന്നു, പാനൽ മോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എൻ്റെ കോണ്ടൻറ്റ് റിഫൈൻ ചെയ്യാനും അതേപോലെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആസ് എ മെൻറ്റോർ ആൻഡ് ആസ് എ ഫാക്കൽറ്റി. സോ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് നല്ലൊരു ഫീലിംഗ് ആണ് ആക്ച്വലി. കാരണം നമ്മളിപ്പോൾ ഒരു 3-4 വർഷം ആയതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്സ് നമ്മളുടെ ഒരു പ്രോസസ്സിൽ വരുത്തിയിട്ടുണ്ട്. അപ്പം അത് ഇപ്പോൾ പുതിയതായി പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ അതേ മിസ്റ്റേക്സ് വരുത്താൻ സാധ്യതയുണ്ടെന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ വരുത്തി ഇരിക്കുമ്പോഴൊക്കെ അത് അവരെ പറയാനും നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള സജഷൻസ് കൊടുക്കുമ്പം അവർക്കത് ഒരുപാട് ഉപയോഗപ്രദമാവുന്നുണ്ടെന്ന് അവർ പറയുമ്പോഴൊക്കെ ഇറ്റ്സ് എ വെരി ഗുഡ് ഫീലിംഗ് ടു ഹെൽപ്പ് അതർ പീപ്പിൾ.